ശാന്തമോ, എടി ശാന്തമോ, നീ അവിടെ എന്തോ എടുക്കുക? ഒരു ചായ കുടിച്ചിട്ട് മരിക്കാൻ പറ്റുമോ? എന്താ മനുഷ്യരുടെ തൊള്ള ഓർക്കുന്നത്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ശാന്തമോ ശാന്തമോ എന്ന് വിളിക്കരുതെന്ന്. പിന്നെ എന്താണ് നിന്നെ ഈ വയസ്സാകാലത്ത് ഞാൻ വിളിക്കേണ്ടത്? എന്നെ വല്ല മോളേന്നോ ചക്കരയെന്നോ ഒക്കെ വിളിച്ചോ? അല്ല, പേര് തന്നെ വിളിക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ സാന്റ എന്ന് വിളിച്ചോ, അതാ എനിക്കിഷ്ടം. ഇങ്ങനെ പോയാൽ മിക്കവാറും നീ ചെറിയാച്ചോണ്ടുള്ള എന്റെ പേര് മാറ്റി ചെറിയെന്ന് വിളിക്കുമല്ലോടി. അല്ല, ഇതെവിടെ പോവാനാ നീ ഒരുങ്ങി നിൽക്കുന്നത്? എന്റെ ചായ, എനിക്ക് ഷെറിസ് ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോകണം. എന്നെ അങ്ങോട്ട് ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. അതിന് നീ കഴിഞ്ഞ ആഴ്ചയല്ലേ ഒന്ന് പോയത്? അത് ഈ ചായ അന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല. ഫേസ് കുറച്ചുകൂടി ഒന്ന് വെളുത്തോട്ടെ, ഞാൻ കുറച്ചുകൂടി ഒന്ന് ഗ്ലാമർ ആയിക്കോട്ടെ. എടി സാന്റെ മോളെ, ഇങ്ങനെ വെളുത്തു വെളുത്ത് അവസാനം നീ കുടുംബം വെളുപ്പിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഒന്ന് പോയി ചായ, ചത്ത് കിടന്നാല് ചമഞ്ഞു കിടക്കണമെന്ന്. എടി സാന്റെ, വെറുതെ കൊതിപ്പിക്കല്ലേ, അത് ഉടനെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. എന്താ ചായ, വല്ലതും പൊറുപൊറുത്തോ? ഇല്ലടി, നിനക്ക് തോന്നിയതായിരിക്കും. അത് ചായ, ഇന്ന് എനിക്കൊരു ചാറ്റിംഗ് ഉണ്ട്. USA മറിയയുമായിട്ട് മിനിഞ്ഞാന്ന് ചാറ്റ് ചെയ്തപ്പോൾ അവൾക്കൊരു പുച്ഛം. നീ അങ്ങ് കറുത്തുപോയല്ലോടി, നിന്റെ ഗ്ലാമർ പോയല്ലോടി എന്ന് പറഞ്ഞൊരു കളിയാക്കൽ. ഇന്ന് എന്റെ തനി നിറം ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും, നോക്കിക്കോ. എടിയേ, അത് നമ്മുടെ തെക്കേതിലെ മറിയാമയല്ലേ? അവൾ എന്ത് മുതലേ ഈ മരിയായത്? കാലം പോയ പോക്കെ. ഇപ്പോൾ നമ്മുടെ പെണ്ണുങ്ങൾക്കൊന്നും ഫുൾ നെയിം ഇഷ്ടമല്ല, എല്ലാം ഷോർട്ട്. പിന്നെ ഒരു കാര്യം, ഈ ചാറ്റ് ചെയ്തിയത് അവസാനം നിന്നെ നാട്ടുകാരെല്ലാം കൂടി ചീറ്റ് ചെയ്യരുത്. ഓ പിന്നെ പിന്നെ, എന്നെ ചീറ്റ് ചെയ്തതുണ്ടല്ലോ, അവളുമാരെ ഞാനങ്ങ് ബ്ലോക്ക് ചെയ്യും. എടി ശാന്തമ്മേ, സോറി ശാന്തേ, നീ ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങുന്നത് എനിക്ക് നാണക്കേടാണ്. പല വർഷങ്ങളിലും പള്ളിയിലെ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അത് നീ മറക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാരും കൂടി ചേർന്ന് ചവിട്ടി പുറത്താക്കി. പക്ഷെ എന്ന് കരുതി നീ എന്നെ വില കുറച്ച് കാണരുത്. ഓ, ഇച്ഛാന്റെ കുറച്ചിലാണെങ്കിൽ ഞാനങ്ങ് വേണ്ടെന്ന് വെക്കും. എന്താടി ഈ ബ്യൂട്ടി പാർലറിൽ പോക്ക്? അല്ലേലും നമ്മുടെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, അവർ കാര്യങ്ങൾ ബോധ്യമാകും, ബുദ്ധിമതികൾ. പക്ഷെ ഇച്ചായോ, ഞാൻ ഫേഷ്യൽ നിർത്തിയെന്നല്ല പറഞ്ഞത് കേട്ടോ. ഇച്ചായൻ ഒരു കാര്യം ചെയ്യും, ആ ബ്യൂട്ടി പാർലർ വിളിച്ചിട്ട് ആ പിള്ളേരോട് ഇങ്ങോട്ട് വരാൻ പറ. അപ്പോൾ ഇച്ചായന്റെ മാനോട്ട് പോകുന്നുമില്ല, എന്റെ കാര്യം നടക്കുകയും ചെയ്യും. ഞാൻ കുറച്ചു മുമ്പ് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, അധികം മാറ്റി വന്നു. എന്ത് ചെയ്യണി നമ്മുടെ മോൾ സാറ? അവളെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഓ, അവള് പിന്നെ കണ്ടം വഴി പോയേക്കുമല്ലേ? കണ്ടം വഴിയോ? അല്ലിച്ചയ, സോറി, കണ്ടംപററി ഡാൻസ്. ദേണ്ടു പാവം, പ്രാക്ടീസ് കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്നുണ്ട്. ആഹാ, സാറ മോളെ ഇങ്ങ് വന്നേടി. എന്താ നിന്റെ മുഖത്തൊരു വിഷമം? ഡാഡി, ഒന്നും പറയണ്ട. മോർണിംഗ് ഫുൾ ടൈം ട്യൂഷൻ, പിന്നെ എൻട്രൻസ് കോച്ചിങ്, അതും കഴിഞ്ഞ് കണ്ടംപററി ഡാൻസ്. എന്തൊരു കഷ്ടമാ. മനസമാധാനത്തോടെ ഒന്ന് ബ്രൗസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. തോട്ടു മോളെ, വിഷമിക്കാതെ, എല്ലാം ശരിയാവും. എടി സാറേ, എന്റെ ഈ പ്രൊഫൈൽ ഒന്ന് മാറ്റിത്താടി. എന്റെ ദൈവമേ, ഈ മമ്മായം കൊണ്ട് ഞാൻ തോറ്റു. എത്ര പ്രാവശ്യം ഈ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുന്നത് മമ്മി? എടി മോളെ, എല്ലാം അസൂയക്കാര്. ഒരു ഫോട്ടോ ഇട്ട് ലൈക്ക് ചെയ്യാൻ പോലും ചില അവളുമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അതെ, മമ്മിയുടെ കയ്യിലിരിപ്പം കൊണ്ടാ. അതല്ലടി മോളെ, കഴിഞ്ഞ പ്രാവശ്യം ആകെ 25 ലൈക്കാ കിട്ടിയത് ഒരു ഫോട്ടോയ്ക്ക്. ഈ പ്രാവശ്യം ഞാൻ ഇടാൻ പോകുന്നത് റോയൽ സ്റ്റുഡിയോയിൽ എടുത്ത ഫോട്ടോയാ. ഇച്ചായിരുന്നു നോക്കിക്കേ, ഞെട്ടിപ്പോകത്തില്ലേ ഈ ഫോട്ടോ കണ്ട? പിന്നെ നിന്നെ നേരിട്ട് കണ്ട് ഞാൻ ഞെട്ടുന്നില്ല, പിന്നെ ആ ഫോട്ടോയിൽ. അതല്ല ഇച്ചായ, ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കേ, ഞാനാണെന്ന് പറയുകയില്ല. അതൊക്കെ ഫോട്ടോ ആടി, പിന്നെ ആരെ പോലെന്നാ? അപ്പുറത്തെ സൂസിയെ പോലെ. അല്ലിച്ചായ, റോയൽ സ്റ്റുഡിയോയിൽ അത്രയ്ക്കാ എഡിറ്റിംഗ്. ഓ, ഈ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് തന്നെ അസൂയ തോന്നും. സാറ മോളെ, ഇന്നല്ലേ കൊയർ പ്രാക്ടീസ്, പെട്ടെന്ന് റെഡിയാക്കി ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ടാന്നേ, ഇനി അവൾ കൊയറിലൊന്നും നിൽക്കണ്ട. പഠിക്കാൻ ഇഷ്ടം പോലെ കിടക്കുന്നു. കൊയറ പള്ളി എന്നൊക്കെ പറഞ്ഞ് 2 ദിവസം വെറുതെ അങ്ങ് പോകും. ബോർഡ് എക്സാം ഇങ്ങ് അടുത്തു, ഇരുന്ന് പഠിക്കട്ടെ. എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും പള്ളിയിൽ പോകാമല്ലോ. പക്ഷെ മാർക്ക് കുറഞ്ഞാലോ, നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും. ഇല്ല ഡാഡി, അല്ലേ തന്നെ ഞാൻ ഇനി പോകുന്നില്ല. കഴിഞ്ഞ ആഴ്ച കൊയറിൽ പാടിയപ്പോൾ ഇല്ലേ, പിച്ച് കൂടിയെന്ന് പറഞ്ഞ ആ കൊയർ മാസ്റ്റർ എന്നെ 2 പിച്ച്. ഇങ്ങനെ പിച്ചിന്റെ പേരിൽ വെറുതെ പിച്ച് കൊള്ളാൻ എന്നെ കിട്ടില്ല. ഓക്കെ,
എന്നാ മോള് റെസ്റ്റ് എടുക്ക്. ഗൾഫിൽ പോയി നല്ലൊരു പടം വന്നിട്ടുണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് നൈറ്റ് ഷോയ്ക്ക് പോകാം. അയ്യോ ശരിക്കും? ശരിക്കും. ഏത് ഫിലിമാ ഡാഡി? ഒരു വടക്കൻ സെൽഫി. എന്നാൽ നമുക്ക് ഇന്ന് ഫുഡും വെളിയിൽ മതി ഡാഡി. നാലുകെട്ടിൽ പോയാലോ? അല്ലെങ്കിൽ വേണ്ട, റാഗ്പൂളിലെ ഇന്ത്യ പാലസിൽ പോവാം. ഓക്കെ, എന്തായാലും നീ റെസ്റ്റ് എടുക്ക്, നമുക്ക് നോക്കാം. സീൻ 2. വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നു. സാൻഡേ, എടി സാൻഡേ, സാറേ എവിടാണ് ഈ പട്ടി കിടന്ന് കുറയ്ക്കുന്നത്? ഇതിനാ ഡാഡി കിടന്ന് അമർന്നേ. അത് പിന്നെ ഡാഡി അല്ലേ കിടന്ന് സാൻഡേ സാൻഡേ എന്ന ബഹളം വെച്ചത്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പട്ടിയില്ലേ, ആ പട്ടിയുടെ പേരാ സാൻഡാന്ന്. മമ്മിക്കില്ലെങ്കിലും പട്ടിക്ക് നല്ല അനുസരണയുണ്ട്. എന്റെ ദൈവമേ, ഇന്നത്തെ കാലത്ത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ പേര് വിളിക്കുന്ന ഇഷ്ടം. മിക്കവാറും വല്ല പട്ടിയും കടിച്ചായിരിക്കും എന്റെ അന്ത്യം. എന്താ ഇച്ചയെ പൊറുപൊറുക്കുന്നത്? റെഡി ആയോ? എടി സാൻഡേ, ചെറിയൊരു തലവേദന, ഇനി പള്ളി പോക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ദേ മനുഷ്യ, അടുത്ത ആഴ്ച ഇലക്ഷൻ. ഇങ്ങനെ പള്ളിയിൽ പോകാതിരുന്നാൽ ഈ പ്രാവശ്യവും നിങ്ങൾ ഔട്ടാവും കേട്ടോ. അതൊന്നും നീ പേടിക്കണ്ടാടി. ഈ പ്രാവശ്യം കേറാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ തന്നെ പോയിട്ട് വാ. ഓ പിന്നെ, ഇച്ചായനില്ലാതെ എനിക്കെന്ത് പള്ളി? ഞാനും പോകുന്നില്ല. നമുക്ക് അടുത്ത ആഴ്ച പ്രാർത്ഥിച്ചോണ്ട് അങ്ങ് പോകാം. ഇലക്ഷൻ അല്ലേ. ദൈവമേ, അടുത്ത ആഴ്ച കുഴപ്പമൊന്നും വരുത്തല്ലേ. ഒന്നുമില്ലെങ്കിലും ഒരു കമ്മിറ്റി മെമ്പറെങ്കിലും ആയാൽ മതി. ഇപ്രാവശ്യം ഒന്നും നടന്നില്ലെങ്കിൽ ഞാനൊരു കരിങ്കൈ അങ്ങ് ചെയ്യും, ഉറപ്പാ. എന്താടി? ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. എടിയേ, അങ്ങനൊന്നും പറയല്ലേ. ഫേസ്ബുക്ക് ഇല്ലാതെ നിനക്കൊരു ദിവസമെങ്കിലും കഴിയാൻ പറ്റുമോ? ഞാനില്ലെങ്കിലും നിനക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അതുപോലാണോ ഫേസ്ബുക്ക്? ഒന്ന് പോയി ചായ കളിയാക്കാതെ. സീൻ 3. അല്ല, ഇതാണ് ജോർജ് കുട്ടിയോ? വാ വാ, ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. ഓ, നമ്മളിവിടൊക്കെ തന്നെ ഉണ്ട് അച്ചായ. അത് പിന്നെ അച്ചായൻ പള്ളിയിലോട്ടൊന്നും വരാത്തോണ്ടല്ലയോ എന്നെ കാണാത്തെ. എന്താ ജോർജ് കുട്ടി, വിശേഷം വല്ലതും ഉണ്ടോ? അച്ചായ, ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. അടുത്ത ആഴ്ചയല്ല നമ്മുടെ ഇലക്ഷൻ. പള്ളി മിക്കവർക്കും ഒരേ നിർബന്ധം, ഞാൻ തന്നെ എന്തെങ്കിലും ഒരു നല്ല പോസ്റ്റ് കൈകാര്യം ചെയ്യണമെന്ന്. എനിക്കാണെ അതിനേക്കാൾ നിർബന്ധമാണ്. പേര് നോമിനേറ്റ് ചെയ്യാനും സെക്കൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ആളുണ്ട്. പക്ഷെ അച്ചായന്റെ കൂടെ സപ്പോർട്ട് വേണം, എങ്കിലേ കാര്യങ്ങൾ എളുപ്പമാവും. അതിനെന്താ ജോർജ് കുട്ടി, ധൈര്യമായിട്ട് പോയിക്കോ. എന്റെ ഫുൾ സപ്പോർട്ട് ജോർജ് കുട്ടിക്കുണ്ട്. എന്തായാലും ചായ കുടിക്കാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇനി പലയിടത്ത് കയറി ഇറങ്ങേണ്ടതല്ലേ. അപ്പൊ താങ്ക്സ് അച്ചായ, നമുക്ക് അടുത്ത ആഴ്ച കാണാം. ആ പിന്നെ, കഴിഞ്ഞ പ്രാവശ്യം ഇവന്മാരെല്ലാം കൂടി ചേർന്ന് എന്നെ പിടിച്ച് പുറത്താക്കിയത്. ഇപ്പോൾ എന്റെ സപ്പോർട്ട് വേണം പോലും. മോനെ ജോർജ് കുട്ടി, നീ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേ. ഈ പ്രാവശ്യം ഞങ്ങളുടെ പാനൽ തന്നെ ഭരണം പിടിക്കും. നിങ്ങൾക്കറിയാമോ, ഒരു നയ പൈസ പോലും പള്ളിക്ക് കൊടുക്കാത്തവനെ ഈ ജോർജ് കുട്ടി. ഞാനാണെങ്കിൽ പള്ളി കയറത്തിരുന്നേ ഉള്ളൂ. സബ്സ്ക്രിപ്ഷൻ കറക്റ്റായി കൊടുക്കും. നടക്കുന്ന പ്രോഗ്രാമുകൾക്കെല്ലാം ഫുഡ് സ്പോൺസർ ചെയ്യും. ചാരിറ്റി ഫണ്ടിലേക്ക് ചോദിക്കുന്ന പൈസ കൊടുക്കും. പക്ഷെ എന്നോട് എല്ലാവർക്കും അസൂയ. കുറച്ച് ക്യാഷ് കൂടിപ്പോയി, അത്രേ ഉള്ളൂ എന്റെ തെറ്റ്. എന്തായാലും ഈ പ്രാവശ്യം എങ്ങനെയും ഒരു സ്ഥാനം ഉറപ്പിക്കും ഞാൻ. ഇച്ചായോ, ഒന്ന് ഓടി വായോ. നമ്മുടെ സാറമ്മ കൊട്ടും വയ്യ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. സാറമോളെ, സീൻ 4. സാറ ആശുപത്രിയിലായിരിക്കുന്നു. ഡോക്ടറെ,
എന്താ എൻ്റെ മോൾക്ക് പറ്റിയത്? ചെറിയാച്ച പറയുന്നതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത്. സാറമ്മൾ മാരകമായ ഒരു അസുഖത്തിന് പിടിയിലാണ്. വൈദ്യശാസ്ത്രപരമായി ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം. ബട്ട് ഫൈനൽ ഡിസിഷൻ ദൈവത്തിൻ്റെ കയ്യിലാണ്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയൂ. എൻ്റെ ഡോക്ടറെ, ഞാൻ എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം, ട്രീറ്റ്മെന്റിനായി എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. പക്ഷെ എങ്ങനെയും സാറമോളെ രക്ഷിക്കണം. അവളിൽ വലിയ പ്രതീക്ഷ ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഒറ്റ മോളാവും. പൊന്നെ പൊടി എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ട് വന്നതാവളെ. സോറി ചെറിയാച്ച, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പണം കൊണ്ട് നമുക്കെല്ലാം നേടാമെന്ന് കരുതരുത്. പേരോ പ്രശസ്തിയോ പദവിയോ ഒക്കെ പറ്റുമായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മനുഷ്യർ നിസ്സഹായരാണ്. ഒരു പണത്തിനും നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തരാൻ കഴിയില്ല, സഹായിക്കാനും കഴിയില്ല. രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. എന്റെ സാറമോളെ. സീൻ 5. സാറ വീട്ടിലെത്തുകയും വിശ്രമിക്കുകയും ചെയ്യുന്നു. അവളെ കാണാൻ പള്ളിയിൽ നിന്ന് അച്ഛൻ വരുന്നു. അച്ഛാ, ഗുഡ് മോർണിംഗ്. ഇരുന്നാലും എങ്ങനെയുണ്ട് ചെറിയ സാറാമുക്ക്? അവൾക്ക് ഒട്ടും വയ്യ അച്ചോ. പ്രാർത്ഥന കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ ഡോക്ടർ പറഞ്ഞത്. പണവും പദവിയും കൊണ്ട് എന്ത് നേടാമെന്ന് ഞങ്ങൾ അഹങ്കരിച്ചു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ തോറ്റുപോയി അച്ചോ. അച്ഛൻ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചെറിയ അല്ലേ നമ്മൾ ഇങ്ങനെ എത്രയും ദൈവത്തെ മറക്കാമോ അത്രയും മറന്നു ജീവിക്കും. എന്നിട്ട് രോഗമോ ദുഃഖമോ പ്രയാസമോ വരുമ്പോൾ രക്ഷ തേടിയായി. ഇന്ന് ആർക്കും പ്രാർത്ഥിക്കുവാനോ പള്ളിയിൽ പോകുവാനോ സമയമില്ല. മീഡിയകളിലും ഇന്റർനെറ്റുകളിലും മുഴുകി ജീവിതം പാഴാക്കുകയാണ്. അതുകൊണ്ട് എന്തായി? ഇന്ന് കുടുംബങ്ങളിൽ സന്തോഷമില്ല, സമാധാനമില്ല, പരസ്പര വിശ്വാസമില്ല. പണ്ടുകാലങ്ങളിൽ നമ്മുടെ അപ്പച്ചനമ്മച്ചിമാരുടെ ബലവും ധൈര്യവും പ്രാർത്ഥനയായിരുന്നു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവർ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ പ്രാർത്ഥനയുടെ നന്മകളാണ് നാം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയാച്ച, സമയം വൈകിട്ടില്ല. പഴയതെല്ലാം മറന്ന് നിങ്ങൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് വരണം. ചെന്ന് ശാന്തമ്മയെയും സാറയെയും ഇങ്ങോട്ട് വിളിക്കും. നമുക്ക് മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സാറാമോക്ക് തീർച്ചയായും ദൈവം വിടുതൽ നൽകും. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറും. ദൈവം നിങ്ങളെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ശാന്തമോ? ചെറിയാച്ചനും കുടുംബവും നമ്മുടെ പരിധിയിലേക്ക് വരികയാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം നശിച്ചു. ഇങ്ങനെയുള്ള അച്ഛന്മാർ നമ്മുടെ സമൂഹത്തിന് തീരാ തലവേദനയാണ്. ഒരിടത്തും നിലനിർപ്പിക്കാൻ സമ്മതിക്കില്ല, ആരെയും വഴിതെറ്റിക്കാൻ സമ്മതിക്കില്ല. ശരിക്കും ഒരു പരീക്ഷണകാലം തന്നെ. ഏതായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് അപ്പോഴത്തെ സൂസിയ വീട്ടിലേക്ക് പോകാം. ഇനി അവിടെ ആകട്ടെ നമ്മുടെ താവളം. സൂക്ഷിക്കുക, സാത്താന്മാർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. പക്ഷേ അവർക്ക് താവളമാക്കുവാൻ നമ്മുടെ മനസ്സിനെയോ ഭവനത്തെയോ കുടുംബത്തെയോ ഒരിക്കലും ഏൽപ്പിച്ചു കൊടുക്കരുത്. സാത്താന്യ ശക്തികൾ കഴിവിപ്പെടാതെ നമുക്ക് ദൈവത്തോട് ചേർന്ന് ജീവിക്കാം. ദൈവത്തിന്റെ വാസസ്ഥലങ്ങളാകട്ടെ